ഈശ്വര എന്തോരം മുടിയ പൊഴിയാണ് ദൈവമേ. നാത്തൂനെ ഇതേ നോക്കിയ നാത്തൂനെ എന്റെ എന്തോരം മുടിയ പൊഴിയണേന്ന്. എന്താന്ന്? കൊറേ മുടി പൊഴിഞ്ഞു പോവുക. മുടിയോ? കുളിച്ചിട്ട് വന്നപ്പോ തോർത്തിൽ നിറച്ച മുടി. അത് പ്രായമാകുമ്പോ അങ്ങനെ മുടിയൊക്കെ പൊഴിയും. ഇത് പ്രായമാകുമ്പോ മുടി പൊഴിയും. അങ്ങനെയാണ് നാത്തൂന്റെ പൊഴിയണ്ടേ? എനിക്ക് മുടി ആ ഇല്ലല്ല സത്യം. ഞാൻ ഏട്ടനോട് പറയായിരുന്നു എനിക്ക് എന്തെങ്കിലും എണ്ണ മേടിച്ചു തരാൻ. ഇതാണ് ഇവളുടെ കുഴപ്പം. ഓരോ ദിവസം ഓരോരോ എണ്ണ തേച്ച് ഈ പരിവാക്കി വെച്ചത്. വെറുതെ വെളിച്ചെണ്ണ എടുത്ത് തേച്ച് നിനക്ക് കുളിച്ചു നോക്കാവോ? ഒരു കുഴപ്പമുണ്ടാവില്ല. വെളിച്ചെണ്ണ എത്ര നാള് തേച്ചതാ എന്നിട്ട് മാറണ്ടേ? നല്ല മുടി ഉണ്ടായിരുന്നില്ലേ? മൊത്തം എന്തോരം മുടി ഉണ്ടായിരുന്നു. മുടി ഇച്ചിരി പോയി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? പെണ്ണിന്റെ അഴകെന്ന് പറഞ്ഞ മുടിയല്ലേ? ആ മുടിയില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എനിക്ക് എന്താ സൗന്ദര്യം ഇല്ലേ? സൗന്ദര്യം. നീ തങ്കമല്ലേ? നീ സ്വർണ്ണമല്ലേ? എന്താ പ്രശ്നം? അമ്മ ഉണ്ടാക്കുന്ന എണ്ണയിലേടി അത് കൊടുത്തെങ്കിൽ നമുക്ക് വാട മൊന്ത വലിച്ചെടുക്ക വിഷമം അങ്ങ് മാറുമല്ലോ. അമ്മ ഉണ്ടാക്കുന്ന എണ്ണ വേണ്ട. അത് ഒട്ടും മാറിയില്ലായിരുന്നു. എടാ ചെറുക്ക് വെക്കുന്ന മാനസിക രോഗം കേട്ടോ. ആ പിന്നെ അല്ല കടുക് താളിച്ച് 2 പ്രാവശ്യം ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിൽ കടുക് താളിച്ച്? അവിയലില്. ദൈവമേ, ആരെങ്കിലും അവിയലില് കടുക് താളിക്കോ ക്ലീറ്റോ? അവിയലില് കടുക് താളിക്കില്ലേ? അല്ലളിയാ, അവിയലില് കടുക് താളിച്ചിട്ട് ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ? അല്ല, കടുക് കടിച്ചു മരിച്ചു കേട്ടിട്ടുണ്ട്. നിങ്ങളോട് ഇപ്പൊ ആര് പറഞ്ഞു അതിനകത്തോട്ട് ചെന്ന് കയറാൻ വേണ്ടി? അയ്യോ, ഇച്ചിരി അവിയലില് കടുക് താളി നിങ്ങൾ ആരും തിന്നണ്ട, ഞാൻ തിന്നോളാം. അത് മാത്രമേ നിങ്ങൾക്ക് വിചാരമുള്ളൂ. ദേഷ്യം വന്നിട്ടുണ്ട്. ഇതെല്ലാരും കൂടെ ഒരു കൂടാലോചന. ഇവളുടെ മുടി മൊത്തവും പൊഴിഞ്ഞു പോണു. അപ്പൊ അത് അവൾക്ക് വലിയ വിഷമം. എപ്പോഴും പറയും എന്തെങ്കിലും എണ്ണ വല്ലതും കിട്ടുമെങ്കിൽ മേടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ നോക്കിട്ട് എനിക്ക് പരിചയത്തിലൊന്നും കിട്ടുന്നില്ല. അളിയന്റെ പരിചയത്തിൽ ഇത് തലയ്ക്കകത്തൊന്നും ഇല്ലെങ്കിൽ മുടി പൊഴിയുന്ന ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, ബുദ്ധിയുള്ളവർക്ക് മുടി പൊഴിച്ചിലുണ്ടാവും. കനക, സത്യം പറഞ്ഞ നിനക്ക് വല്ല പ്രാന്തുണ്ടോ? എന്തിനാ അവളെ തലയിൽ മുടി പോണ? പിന്നെ നമുക്ക് മരുന്ന് വല്ലതും മേടിച്ച് തേക്കണ്ടേ? കാര്യം എന്തെങ്കിലും ഒരു കാര്യം അങ്ങ് പറയും, ഉടനെ അത് സാധിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓട്ടപ്പാച്ചിലാവൻ. നാത്തിന് കുശുമ്പല്ലേ? അതിനൊക്കെ എന്റെ ക്ലീറ്റോനെ കണ്ടുപിടിക്കണം. 10-15 വർഷമായല്ലോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞ ഒരു കാര്യം സാധിച്ചു തന്നിട്ടില്ലല്ലോ. അങ്ങനെ വേണം ആണുങ്ങളായ. അളിയോ, അത് സാധിച്ചു കൊടുക്കാത്തതിന് കാര്യമുണ്ട്. ഒരു സമയത്ത് കറുത്തു പോയെന്ന് പറഞ്ഞ് ഭയങ്കര ദുഃഖമായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് ക്രീം വേണമെന്ന് പറഞ്ഞ് ഞാൻ കണ്ട ക്രീമെല്ലാം മേടിച്ചോണ്ട് കൊടുത്തു. അവസാനം എന്തായി? ക്രീമുകൾ കറക്കാൻ തുടങ്ങി, എന്റെ പോക്കറ്റ് വെളുക്കാനും തുടങ്ങി. പിന്നെ ഇപ്പൊ എന്താ പുതിയ കണ്ടുപിടുത്തണല്ലിയാ, മഞ്ഞള് തേച്ച് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ വൈകാതെ മഞ്ഞൾ കറുത്തു തുടങ്ങി. ഞാനിപ്പോ നല്ലോണം വെളുത്ത്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ നിങ്ങളുടെ കണ്ണിൽ എന്താ കുരുവായിരുന്നോ? അത്ര കറുത്താർന്ന് ഇങ്ങനെ കെട്ടണ്ടായിരുന്നല്ലോ. ഞാനെങ്കിലും രക്ഷപ്പെട്ടേനല്ലോ. അറിവില്ലാത്ത പ്രായത്തിൽ നമുക്ക് ഓരോന്നും ഇങ്ങനെ തെറ്റ് പറ്റിപ്പോവും. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടാ. നല്ല വെളുത്ത് കേട്ടാ, തോർത്ത് താങ്ങോളൂ. നിനക്ക് ആരെങ്കിലും പരിചയം ഉണ്ടോ ഈ എണ്ണ ഒരെണ്ണം കിട്ടാനായിട്ട്? എന്റെ പൈസ കുറച്ച് പോയാലും കുഴപ്പമില്ല അല്ലേ? കുറച്ച് പൈസ ഡോക്ടർ കൊടുക്കുന്ന പൈസ. അയ്യോ, നോക്കിയിരിക്കുന്നു നോക്കി. എന്നിട്ട് മാരക രോഗം വന്ന പോലെയാ. വല്ല ഹിമാലയത്തിലും പോയി നോക്ക്, അപ്പൊ കിട്ടും. ഹിമാലയത്തിലാ എണ്ണ? അതല്ലടേ, എണ്ണ ഉള്ള സ്ഥലമുണ്ട്, എനിക്കറിയാം. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ പഴയ ഒരു സംസ്ഥാന ട്രഷറർ ഉണ്ടായിരുന്നു, ഒരു ബാഹുലയൻ സാറ്. സാറിന്റെ ഭാര്യയ്ക്ക് ഇതുപോലെ പ്രശ്നമായിരുന്നു, ഭയങ്കര വിഷമം. അങ്ങനെ അവർ കണ്ടെത്തിയ ഒരു എണ്ണ, അടിപൊളി സാധനം. ഇത് തേച്ചങ്ങോട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കറുത്ത് തുടങ്ങി. അവര് നല്ല ഗ്ലാമർ പോയി. എന്നിട്ടിപ്പോ അവരെ കാർ ഡ്രൈവറോട് വിളിച്ചോടി പോയി. അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട. എന്ത്? അല്ല, നീ പക്ഷേ നിനക്ക് കാറും ഡ്രൈവറും ഒന്നും ഇല്ലല്ലോ. കുഴപ്പമില്ല. എത്ര രൂപ അത്? എണ്ണ അത് 1500 രൂപയെങ്കിലും ഒക്കെ ആവും. പിന്നെന്താ, 1500 രൂപയേ ഉള്ളൂ, അത് കുഴപ്പമില്ല. എന്തോന്നടാ 1500 എനിക്ക് താ, നീ ഞാൻ എന്തെങ്കിലും കുത്തിച്ചതച്ച് തരാം. വേണ്ട, നാത്തൂന് ഒന്ന് പരീക്ഷിച്ചതാ, പിന്നെ വേണ്ട. 1500 രൂപയ്ക്കൊക്കെ എണ്ണ തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അഹങ്കാരമാണ്. അവളുടെ വിഷമം അവക്കെ അറിയാവൂ. അവര് പൈസ ചെലവാക്കി അത് വാങ്ങിച്ചു തേക്കണം. നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ചെയ്യും. വെളുക്കാനുള്ള മരുന്ന് എവിടെയെങ്കിലും 2000 മരുന്ന് കിട്ടും ഇവിടെ അടുത്ത് തന്നെ. നീ പോണതിന്റെ അടുത്തല്ല, കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോകണം. അപ്പുറത്ത് ഞാൻ പോയാ പോരെ? ഇടേ, ഇത് അവിടെ അങ്ങും അല്ലടേ. ഇത് അപ്പുറത്തെന്ന് പറഞ്ഞാൽ അടുത്ത് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോകണം. അവിടെ പോയാൽ കിട്ടും, നാഗർകോവിൽ. അപ്പൊ ഞാൻ പൈസ മേടിച്ചോ? പൈസ നീ താ. പിന്നെ ഞാൻ ചിലപ്പോൾ 2 ദിവസത്തിനകത്ത് പോകും. എനിക്ക് മാർത്താണ്ഡം വരെ പോകണം. ഒരു വണ്ടിയുടെ കുറച്ച് സ്പെയർ അവിടെ പൊളിച്ചതേ, അവിടെ നിന്ന് എടുക്കാണ്. അപ്പൊ ഞാൻ വേണമെങ്കിൽ നാഗർകോവിൽ വരെ പോയി മരുന്ന് വേണമെങ്കിൽ വാങ്ങിച്ചോണ്ടൊക്കെ വരാം. അങ്ങനെ ബഹളം വെക്കല്ലേ. ഞങ്ങൾ വർഷാപ്പിൽ ഒരു വണ്ടി പണിക്കിട്ടെ, ഇങ്ങനെ മേശിരി ഞാൻ സാധനം ഏതൊക്കെ പൊളിച്ച് അതെല്ലാം നോക്കിയിട്ട് അവിടെ പോവുള്ളൂ. നോക്കട്ടെ, എണ്ണ ഞാൻ മേടിച്ചു തരാം. അല്ല, ഇപ്പൊ എത്രയും പെട്ടെന്ന് കിട്ടിയ. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോവല്ലേ?
സിനിമയുള്ള സൗന്ദര്യമൊക്കെ ഉണ്ടാവും. ബുദ്ധി വേണം. എന്തോന്ന് കടുക് താളിക്കണതിന് മുമ്പ് ഈ സാധനം ഇത് ഇവിടെ കെട്ടിട്ട് തുടച്ചങ്ങോട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. എന്താന്ന് ചെയ്തോളയാ. ഞാൻ അടുക്കളയിൽ കയറട്ടെ. ഇങ്ങോട്ട് വന്നേക്കാ ചുമ്മാ വെറുതെ കൊന്ന പത്തല് പോലെ വളർന്നേക്ക. ചെയ്യോ ഇവിടെ ചെയ്താലെന്താ? വേണ്ടേ? ബാബുക്കുട്ടാ, രാഷ്ട്രീയത്തിൽ നമ്മൾ ഒന്നും ആയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല. രാഷ്ട്രീയത്തിലെ 10 ടിപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈ 10 ടിപ്പും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആലോചിക്കണം. ഈ 10 ടിപ്പ് ഒന്നിച്ചങ്ങ് പറഞ്ഞു തന്നാ? അയ്യോ, അങ്ങനെ അങ്ങ് ഒരുമിച്ച് പണയണില്ല. ഞാൻ ഓരോ ദിവസം ഓരോന്നായിട്ട് പഠിപ്പിച്ചു. ഇപ്പൊ 4 ഞാൻ പഠിപ്പിച്ചിരുന്നല്ലോ. അത് ഇത് 4 എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഓർമ്മിക്കുക. ഇനി അടുത്ത ഞാൻ 5ാമത്തെ ടിപ്പ് ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. അതും പഠിച്ചു കഴിഞ്ഞാ നടയാ ഇത്രേ ഉള്ളൂടെ. ഇത് മുത്തുലക്ഷ്മി അപ്പൂപ്പൻ മുറി വൈദ്യനായിരുന്നു. അപ്പം മുത്തുലക്ഷ്മിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത് ഞാൻ എടുത്തോട്ട് പോന്നു. ഈ സ്നേഹമുള്ളവനാണെന്ന് എനിക്കറിയാം. എങ്ങനെയുണ്ട് സാധനം? സാധനം നല്ല സൂപ്പർ സാധനം. അതെ അല്ലേ? എന്തായാലും നോക്കാം. പറഞ്ഞില്ലേ തലവേദന. സാറേ ഇരിക്കെ. അല്ല നടരാജ് ഇരുന്ന് അങ്ങനെ ശരിയാവും. നടരാജ് നമ്മള് മറ്റേ നോട്ടീസ് അടിക്കാൻ കൊടുത്തേക്കണ, റെസിപ്റ്റ് അടിക്കാൻ കൊടുത്തേക്കണ, അതൊക്കെ മേടിക്കണം. പ്രസിൽ പോയി ഇപ്പോൾ പോണോ? പിന്നെ ഇപ്പൊ പോവാതെ ഇപ്പൊ പോകാനുള്ള കാര്യത്തിന് ഇപ്പൊ തന്നെ പോണം. ഒരു കാര്യം ഉത്തരവാദിത്തമായിട്ട് പോയിട്ടോ പോയിട്ടോ പോയിട്ടോ. പോട്ട് പോ. അല്ലെ ഉഗ്ര എണ്ണ ഇത്. എന്റെ ഉമ്മ ഉണ്ടാക്കി വെച്ചിരുന്നേ. പിന്നെ ഭരണീര് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, മാറ്റി വെച്ചിരുന്നേ. ഇതെല്ലാടെ അവസാനം ഊറ്റിയെടുത്തപ്പോ കുറച്ച് കിട്ടി. എന്താ അറിയാ, തലവേദന പറഞ്ഞ അറിയാ. രാത്രി ആയി കഴിഞ്ഞാൽ എനിക്ക് തലവേദനയും മുടി പൊഴിച്ചില്ലേ. മുടി ഇവിടുന്ന് കുറെ ഇവിടുന്നൊക്കെ കുറെ പോയി. ഇപ്പൊ ഇത് തേച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ടാവുമായിരിക്കും അല്ലേ? അല്ലേ, ഇത് നല്ല സാധനങ്ങളെയാ. ഇതിനെന്തോ ഒരു കുഴപ്പമില്ല. നിനക്ക് നീ എന്താ വേറെ എന്താ പരിപാടി? ആളെ ചെറിയൊരു പരിപാടി ഉണ്ട്, ഒരു വണ്ടി നോക്കാൻ പോണം. അല്ലേ? അപ്പൊ ശരി, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ബാബുക്കുട്ടാ, എന്തുകൊണ്ട് നിന്റെ മീശ ഇങ്ങനെ ആയി പോയെ? അതങ്ങനെയാണ്. ശരിയല്ലേ? ഷേവ് ചെയ്തപ്പോ അറിയാതായിരിക്കും. ബാബുക്കുട്ടാ, നിന്റെ വീട്ടില് തലവേദനയ്ക്കുള്ള ഇതുപോലത്തെ എണ്ണമല്ലേ ഇരിപ്പുണ്ടോടെ? ഇല്ല, എന്റെ വീട്ടിലാർക്കും തലവേദന ഇല്ല, അതുകൊണ്ട് മരുന്നും ഇല്ല. അതുണ്ടാവൂല. നിന്റെ വീട്ടിലെ തലവേദന നീയാണല്ലോ, അതിവിടെ ഇരിക്കുമല്ലേ. പിന്നെ എങ്ങനെ തലവേദന വരും? നേതാവ് എന്തിനാണ് ഈ 2 കുപ്പി എണ്ണ വാങ്ങിച്ചിരിക്കണേ? അത് രാഷ്ട്രീയത്തിലെ വേറൊരു തന്ത്രമാണ്. സമയമാകുമ്പോ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ശരി. തങ്കം, തങ്കം എവിടെ? കുളിക്കാണോ? നന്നായി. അല്ല, കുളിക്കാൻ തുടങ്ങിയുള്ളോ? ഒന്നുമില്ല, നീ സാവകാശം കുളിച്ചിറങ്ങിയാ മതി. ഒന്നുമില്ല, ഇവിടെ കാണാത്തോണ്ട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ചായ ആണെങ്കിൽ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓ, ഞാൻ എടുത്തോളാം. എന്നോட പേര് അൻസാർ നടരാജൻ. പള്ളിയിലാണ് നടരാജൻ. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. HMC ഓയിൽ. കിട്ടിയോ? പിന്നെ പേരൊന്നുമില്ലല്ലോ ഇതിനകത്ത്. പേര് ഇത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ബ്രാൻഡഡ് കമ്പനി അല്ല. ഇത് നാറോലിൽ ഒരു വൈദ്യം, അദ്ദേഹം അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഉള്ള ചേരുവകൾ ചേർത്തുണ്ടാക്കുന്ന സാധനമാണ്. HMC ഓയിൽ എന്നാണ് അവരവിടെ പറയുന്നത്. എന്ത് HMC ഓയിൽ. ശരി, ഇപ്പൊ ഇത്രയും മേടിച്ചപ്പോ ഒരെണ്ണം കൂടി മേടിക്കായിരുന്നല്ലോ. ഇതിപ്പോ ഇതെന്നെ ഒപ്പിക്കാൻ പറ്റ പാടെ എനിക്കറിയാവൂ.
ശരിക്കും കൂടി വേണമായിരുന്നു. അതിപ്പോ നിനക്ക് മുടി കൊഴിച്ചിലും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നീ അവ കൊടുത്തിട്ട് പൈസ വാങ്ങിയില്ല. എത്ര രൂപ? 2000 രൂപ. ഇത്ര എണ്ണയ്ക്കോ? പിന്നെ ഇത്ര എണ്ണ ഇതെന്തോ ലോക്കൽ എണ്ണ എന്നാന്ന് വിചാരിച്ച? എടി ഒരു ഡോക്ടറെ മുമ്പ് പോയി തല കാണിച്ചു കൊടുക്കാൻ തന്നെ കൊടുക്കണം 5000 രൂപ. പിന്നെ ഈ എണ്ണ അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ തലയ്ക്കുള്ള എല്ലാ അസുഖവും മാറും. അവൾക്ക് ഇച്ചിരി ലെവൽ കിട്ടും ഇത് തേച്ച്. സത്യം. ഇത് പച്ച എണ്ണ കണ്ടിട്ടുണ്ട്, നീല എണ്ണ ആദ്യമായിട്ട് കാണാം. ഇതിപ്പോ നീല എണ്ണ കണ്ടില്ല എന്നുള്ള പരാതി തീർന്നല്ലോ. നല്ല അസല സാധനമാണ്. പക്ഷെ ഇതിന്റെ മണം പപ്പടം വറുത്ത എണ്ണയുടെ മണം. അല്ലെ അത് ഞാനവിടെ പോയപ്പോൾ അയാളെ ഭാര്യയോടെ പപ്പടം വറുത്തോണ്ടിരിക്കുകയായിരുന്നു. എന്നാലും 2000 രൂപ ഭയങ്കര കൂടുതലാട്ടാ. അതെ, ഇതുകൊണ്ട് ഗുണം ഉണ്ടാവില്ലേ നോക്കിയാൽ മതി. നീ കൊണ്ട് കൂടുതൽ കാശ് മേടിച്ചുണ്ടോ? കൊടുക്കാം. നീ ആരുടെ പേര് പറയും? ഞാൻ അമ്മേരെ. ചുമ്മാ അങ്ങനെ ഇരുന്നതാ. നീ ആരെയും നോക്കണേ? ഏട്ടൻ ഇതുവരെ വന്നില്ല. വരും, അവന് പണിക്ക് പോയിക്കണല്ലേ. എന്നാലും ഇത്രയും താമസിച്ചില്ലേ? എങ്ങനെ മാനസിക രോഗമൊക്കെ കുറഞ്ഞോ? മുടിയാ? അയ്യോ, ആ കാര്യം പറഞ്ഞില്ലല്ലോ. മുടി കൊഴിച്ചിൽ ഇപ്പൊ എന്തൊരു മാറ്റാന്നാത്തനെ. ആണോ? ആ, ക്ലീറ്റ ചേട്ടനെ സമ്മതിച്ചേട്ടാ. മുമ്പില്ല ഇങ്ങനെ പിടിക്കുമ്പോ ഒരു 10 എണ്ണമെങ്കിലും വരുമായിരുന്നു. ഇപ്പൊ 1 എണ്ണം വരത്തില്ല. അത് ശരി. പിന്നെ ഏറ്റതാരാണ്? ക്ലീറ്റോ. അതൊരു കാര്യം ഏറ്റെടുത്ത അത് നടത്താതെ പിന്നെ പിന്നോട്ട് മാറൂല. ചിലത് പാളി പോകുന്നതാ. പിന്നില്ലേ രാത്രി മസാജ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, എണ്ണ തേച്ച്. അപ്പൊ ഏട്ടൻ മസാജ് ചെയ്തു തരും നന്നായിട്ട്. അയ്യോ എന്തൊരു സുഖാന്നറിയോ, ഉറങ്ങി. ആ, ഞാൻ തേച്ച മസാജ് ചെയ്ത ശരിയാവത്തില്ലെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ മസാജ് ചെയ്യും. എന്ത് നാറ്റായ എണ്ണയ്ക്ക് അത് വെച്ചിട്ടാ കിടക്കണേ. മുടി കേട്ടെ ഒരു ലൈൻ പൊട്ടി വീണായിരുന്നു. അപ്പൊ അവര് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു ചെന്നില്ലേ പിന്നെ അത് പരാതിയാവും. എടാ ക്ലീറ്റോനെ കണ്ടോടാ വന്നൊഴിക്ക്? ഇല്ല, കണ്ടില്ല. അവിടെ പോയി. അവൻ പോയി വന്നില്ല ഇതുവരെ. അല്ല, പാർട്ടി മീറ്റിംഗ്. എന്താ മീറ്റിംഗ് എന്ന് പറയുമ്പോ ഇത്ര ചിരിക്കാനായിട്ട്? അല്ല, ക്ലീറ്റൊക്കെ എന്നും പാർട്ടി മീറ്റിംഗ് ആണല്ലോ. ആണോ? അങ്ങനെ കൈവച്ച് അങ്ങനെ ഞാൻ ഇത് ഒരുപാട് അങ്ങോട്ട് ചിരിക്കണ്ടെന്ന് പറഞ്ഞേക്ക് കൂട്ടുകാരനോട്. എന്റെ ക്ലീറ്റോയിലേക്ക് കാണാൻ ഇപ്പൊ ഭാര്യ മൊട്ടേച്ചായിട്ട് നടക്കണത്. ഞാൻ പറഞ്ഞ ഒരു എണ്ണയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ആ എണ്ണ തേച്ച് ഇവിടെ തലമുടി നല്ല കൊഴിച്ചിട്ട് ഭയങ്കരമായിട്ട് നിന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരത്തില്ലായിരുന്ന, അതും മാറി. ആണാ? മുടി കൊഴിച്ചിലൊക്കെ നിന്നോ? അടിപൊളി എണ്ണ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യ്. നീ ക്ലീറ്റോനോടെ സായിലൊക്കെ ഒരു ബോട്ടിൽ കൊണ്ടുതരാൻ പറയും. ഇവിടെ ക്ലീറ്റോ കൊള്ളൂല, അതാ തേക്കണ്ട. കുഴപ്പമില്ല, എന്ത് വട്ട്. അവക്കിങ്ങനെ മുടി കൊഴിച്ചിട്ട് ഭയങ്കര തകരാറാണ്. ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഇവളുടെ മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോടും പറയണോന്ന് പറഞ്ഞിട്ടുണ്ട്. ബേബി ചേച്ചി, മേരി ചേച്ചി പറഞ്ഞോ നല്ലതാ. പിന്നെ 2000 രൂപ ആര് മേടിക്കാനാ? ഞാൻ പറഞ്ഞു നല്ല മണം മേടി. ഞാൻ വരാം. അഡ്വാൻസ് എന്തെങ്കിലും? ഒരു കാര്യം ചെയ്യ്, 2 ബോട്ടിൽ പറഞ്ഞോട്ടോ. 2 ബോട്ടിൽ? അല്ല, ഷാഹിദക്ക് ഒരെണ്ണം മതി. ഈ ഷാഹിദക്ക് ഈ എണ്ണ തേച്ചിട്ട് തലവേദന കുറയും. പക്ഷെ അതോടുകൂടി എന്റെ തലവേദന കൂടും. ഉമ്മക്കില്ല എന്ന് പറഞ്ഞിട്ടേ. അവിടെ എന്ത് വേണമെങ്കിലും 2 എണ്ണം വേണല്ലോ. എത്രയും പൈസ തന്നെ? ഒരു ബോട്ടിലിന് 2000 രൂപ. 2000 റുപ്യ അല്ലേ? ഒരു കാര്യം ചെയ്യും, ഇത് അഡ്വാൻസ് ആയിട്ട് വെച്ചോ, ഇല്ലെങ്കിൽ തീർന്നു പോയാലേ. നീ പിടിച്ചോടാ, പൈസ എന്റെ വന്ന് ചെലവായി പോകും. ഞാൻ വരാം. 500 രൂപ ഉള്ളൂട്ടോ, ബാക്കി 3500 രൂപ. പേടിക്കണ്ട പെങ്ങളെ. ഞങ്ങള് പഠിച്ചൊക്കെ കഴിഞ്ഞു. നീ പഠിച്ചു കഴിഞ്ഞു, അവള് പഠിക്കണ്ടേ? അവളും പഠിച്ചു കഴിഞ്ഞു. ഞാൻ പഠിപ്പിച്ചത്. ആണോ? ഏട്ടന് ഈ മണം ഭയങ്കര ഇഷ്ടമായിരുന്നു. പപ്പടം കാച്ചിയ വേണോ എണ്ണക്ക്? പപ്പടം കാച്ചിയ വേണോന്ന്. ഇത് എവിടെയായിരുന്നു ഇത്ര നേരം? കൊറേ മീറ്റിങ്ങും ബഹളവും. എവിടെ തക്കളിയോടെ? ആ കൊച്ചു നോക്കിയിരുന്ന് ഉറങ്ങി. അച്ഛന് ഇഷ്ടപ്പെട്ട പഴക്കേക്ക് മേടിക്കാൻ പോയപ്പോ ആ കട അടച്ചേക്കുക. പഴക്കേക്ക് എന്നാ വിളിച്ചാ ഫോൺ എടുക്കോ? ഒന്നും ചെയ്യില്ല. എന്നാ വിളിച്ച് പറയാ. മീറ്റിങ്ങിന്റെ കാര്യം നിനക്കുമല്ലോ അറിയാമോ? ആകപ്പാടെ അലങ്കോലം പിടിച്ച കുറെ എണ്ണവും പാർട്ടിയില്. ആ പിന്നെ വേറൊരു കാര്യമുണ്ട്. ക്ലീറ്റോ, അന്ന് ക്ലീറ്റോ കൊണ്ടു തന്ന എണ്ണയില്ലേ ജമന്തിക്ക്,
നല്ല ഗംഭീര എണ്ണയാണെന്നത്. ആ അവളുടെ ഒരു മുടി മുഴിയണില്ലേ ഇപ്പൊ, തലവേദനയും മാറിയെന്ന്. അതല്ലേ, അങ്ങനത്തെ എണ്ണയാണല്ലോ അത്. നമ്മുടെ മറ്റേ പാർട്ടിയുടെ ഞാൻ പറഞ്ഞില്ലേ ബാബുലയൻ സാറിന്റെ ഭാര്യക്ക് തേച്ചപ്പോ മാറ്റം ഉണ്ടായ എണ്ണ. ഭയങ്കര അഭിപ്രായത്തിലിരിക്കുക അവരൊക്കെ. ഞാൻ പറഞ്ഞു ക്ലീറ്റോ ഭയങ്കര സംഭവമാണെന്ന്. പിന്നെ അത് കേട്ടപ്പം ഫാസിലിന് വേണം 2 ബോട്ടില്, കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും വേണം. അപ്പൊ കുറച്ച് എണ്ണ അങ്ങ് ഓർഡർ ചെയ്തോന്നാ. അതെങ്ങനെ ശരിയാവും? അല്ല അവരൊക്കെ പൈസ തരും. എനിക്ക് 500 രൂപ തന്നിട്ടോ ഫാസില് അഡ്വാൻസ്. അതെ, അത് അങ്ങനെ എങ്ങനെ എണ്ണ പെട്ടെന്ന് കിട്ടാനെന്ന് പറഞ്ഞാലേ ഇതങ്ങ് നാഗർകോവിലിൽ നിന്ന് കൊണ്ടുവരണ്ടേ? അല്ല പെട്ടെന്ന് വേണ്ട, 2-3 ദിവസത്തിനുള്ളിൽ കൊടുത്താൽ മതി. എന്റെ തങ്കം, അത് ഈ നാഗർകോവിലുള്ള കാടുകളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ശേഖരിച്ച പല ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കണയാണ്. ഈ നാഗർകോവിൽ ഇതിന് മാത്രം കാടുണ്ടോ? കാടില്ലാത്ത സ്ഥലമുണ്ടോ? നാഗർകോവിലൊക്കെ തന്നെ വലിയ കാടാ. അവ അവിടുന്ന് കൊണ്ടുവരാൻ അത് മരുന്ന് കിട്ടണം, അതെല്ലാം കൂടെ ചേരുവയൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ലീറ്റോ പറഞ്ഞു കേട്ടതൊന്നും ക്ലീറ്റോ ആയിരുന്നു ഇതൊക്കെ ശേഖരിച്ച് ഉണ്ടാക്കണമെന്നൊന്നുമല്ലോ. വൈദ്യം ഉണ്ടാക്കിയെടുക്കണ ഒരാള് ചുമ്മാ പറഞ്ഞ ഉടനെ ഉണ്ടാക്കി തരാൻ പറ്റുമോ? ക്ലീറ്റോ ഇനി പറ്റില്ല, ഇനി ഉണ്ടാക്കി തരാൻ പറ്റില്ല, കിട്ടൂല എന്ന് പറഞ്ഞ കാര്യമില്ല. ഞാൻ ഭയങ്കരമായിട്ട് തള്ളി വെച്ചേക്കോ ക്ലീറ്റോനെ. ഈ ആവശ്യമില്ലാതെ, ഇത് ഞാനല്ലല്ലോ ഇതൊക്കെ ഉണ്ടാക്കണ ആള്. വൈദ്യം ഉണ്ടാക്കി തരണം, അതിന് അയാൾക്ക് സമയം വേണം. അയാളോട് പറഞ്ഞപ്പോ അയാൾ സമയം എടുത്തോ? 2-3 ദിവസം മതിയോ? അത് എനിക്കെങ്ങനെ അറിയാൻ പറ്റും? അത് ആ നമ്പർ ഞാൻ വിളിച്ചു പറയാലോ വൈദ്യരോട്. അത് ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. അങ്ങനെ അയാൾ പെണ്ണുങ്ങളൊന്നും വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ക്ലീറ്റോ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ക്ലീറ്റോ ഇത് ചെയ്യണം. അവരൊക്കെ അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞു വെച്ചേക്കാന്നറിയാമോ കുടുംബശ്രീയിലും തൊഴിലുറപ്പിന്റെ പെണ്ണുങ്ങളോടൊക്കെ. ഞാൻ നോക്കാം. നോക്കിയാ പോരാ, കിട്ടണം. എനിക്കിപ്പോ ഉടനെ നാഗർകോവിലിൽ നിന്ന് പോകാനുള്ള സമയമില്ല, ഇവിടെ കുറെ. ഞാനൊരു 200 രൂപ തരാം നാഗർകോവിൽ പോവാൻ. അതുകൊണ്ട് പോയിട്ട് സംഗതി ഒപ്പിച്ചോണ്ട് വന്നാ മതി. ഈ സംഗതി എന്ന് പറഞ്ഞാൽ അവിടെ ഇത് ഉണ്ടാക്കി വെക്കൂല. ഇത് ഉടനെ നമ്മൾ ഓർഡർ ചെയ്യണ അനുസരിച്ച് സാവകാശമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചിലപ്പോ 40 വയസ്സിനിടയ്ക്ക് ഇപ്പോഴാണ് നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്തത്. ദൈവത്തെ ഓർത്ത് അത് വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കല്ലേ. അതെ, ഈ നല്ല കാര്യം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിവർത്തികേടാണ് തങ്കം. അത് നീ നടക്കൂല. എനിക്ക് എണ്ണ വേണം. ഇനി അതിൽ കൂടുതൽ വർത്താനൊന്നും ഇവിടെ പറയാനില്ല. എണ്ണയില്ലാതെ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരണ്ട. അല്ല പിന്നെ നിസ്സാരം ഒരു കാര്യം ചോദിച്ചാൽ ക്ലീറ്റോ അത് നടത്തി തരാൻ പറ്റില്ലെങ്കിൽ എന്തെന്നത്? ഇച്ചിരി പോകുന്ന എണ്ണയുടെ കാര്യം പറയണത്. അതൊരു 4 ബോട്ടിൽ വിളിച്ച് ചോദിക്കണേനും അങ്ങ് തീരുമാനിച്ചു എണ്ണ കിട്ടൂല എന്നുള്ളത്. ഞാൻ ചോദിക്കാം, ഞാൻ വൈദ്യനെ ഒന്ന് വിളിച്ച് ചോദിക്കാം. നിങ്ങളെല്ലാം ഈ മുടക്ക് വിചാരിച്ചിട്ട് പോണെന്തേ? നടക്കുന്നു വിചാരിച്ചിട്ട് അവൻ ചെയ്യണല്ല. എന്റെ തങ്കം, നീ ഒന്ന് സമാധാനപ്പെട്. സമാധാനപ്പെടാൻ എനിക്ക് പറ്റില്ല. ഞാൻ എല്ലാവരോടും ഏറ്റുപോയി കൊണ്ടുതരാന്ന്. മനുഷ്യൻ എന്ത് കാര്യം ആഗ്രഹിച്ചാൽ നടക്കൂല. എനിക്കോ ഒരു ഗുണമില്ല മനുഷ്യനെ കൊണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ മനുഷ്യന് എവിടെയെങ്കിലും ഒന്ന് ജയിക്കാൻ കിട്ടുന്ന സ്ഥലം അത് നടത്തി തരൂല. ആലിപ്പഴം പഴുക്കുമ്പോ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കും? ഹലോ, എണ്ണ എന്താ എണ്ണ? ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞുണ്ട്, ദേ പറഞ്ഞു. ഓ ശരി ശരി. കിടക്കുന്ന കിടപ്പ് നോക്കി തൊണ്ടയിൽ മീൻമുള്ളു കുരിഞ്ഞ പൂച്ചയെ പോലെ. ഒരുത്തനെ കൊണ്ട് കുഴി കാണിച്ചിട്ട് 3 കിടന്നില്ല കിണിക്കുന്നുണ്ടില്ലേ? എടേ, നിന്റെ തലവേദന മാറാനാണ് ഞങ്ങൾ എണ്ണ കൊണ്ടു തന്നത്. നിന്നോട് പറഞ്ഞു അത് നീ കൊണ്ടുവന്ന് പുറത്ത് വിൽക്കാന്. നീ സ്വയം കുഴി ചാടിയിട്ട് നീ ഞങ്ങളുടെ മേക്കിട്ട് കയറുന്ന ഇത് കൊള്ളാമല്ലോ. അതെ, ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും കാല് പിടിക്കാൻ എനിക്ക് എവിടെന്നെങ്കിലും കുറച്ച് എണ്ണ കൊണ്ട് താടേ. വീട്ടിലിരിക്കുന്നവരുടെ ആദ്യം മനുഷ്യനറിയണോ? അന്നേ പറഞ്ഞിരുന്നെങ്കില ചുമ്മാ ആ ബൾബ് പോയോ? ബാക്കിലെ ലൈറ്റ് കത്തുന്നില്ല. ആ ബൾബ് പോയെങ്കിൽ പറയണ്ടേ? നീ നോക്കിയ ക്ലീറ്റ് രാവിലെ പോയതവിടെ ഇതുവരെ വന്നിട്ടില്ല. വന്നില്ല ഇതുവരെ? എണ്ണ ഇന്ന് എന്തായാലും ഇന്ന് മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയതാ. ഫാസിൽ നേരത്തെ വിളിച്ച് പറഞ്ഞു എണ്ണക്ക് എന്ത് താമസിക്കുന്ന കുറെ ദിവസമായില്ലേ? എനിക്ക് അതൊക്കെ എണ്ണ കിട്ടാഞ്ഞിട്ട്. എണ്ണ ഇതിപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? താമസിച്ചാലും ശരി, ആ എണ്ണ വരുമ്പോ എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞ കേട്ടാ. കാരണം ചില പിന്നെ നമ്മളിനി അവസരം അഡ്വാൻസ് മേടിച്ച് പൈസ ചോദിച്ചോണ്ടിരിക്കണ എണ്ണല്ലേ ഇപ്പൊ ഈ മനുഷ്യനെ കാണാത്തത്.
ഡേയ് അളിയാ നാറുമില്ല എണ്ണ. ഞാൻ വൈദ്യുതി പോയി. എണീക്കുന്നേ. ഞാൻ എങ്ങനെ ഇവിടെ വന്നു? നീ ഇവിടെ വന്നതല്ല, ഞാനിവിടെ വന്നതാ. ആ ഞാനാ ഇങ്ങോട്ട് വന്നത്. നീ എവിടെ പോയിട്ട് വന്നു? ഞാൻ ഇങ്ങോട്ട് വന്നേ. നിന്നെ ഇനി അന്വേഷിക്കാൻ സ്ഥലമല്ലേ, വിളിച്ചാൽ ഫോണും കിട്ടൂല, സ്വിച്ച് ഓഫ് വെച്ചിരിക്കുന്നു. അത് ചാർജ് പോയി. നിന്നില്ല രാത്രി വീട്ടിൽ വരുന്നുണ്ട്. അവളോടെ കരച്ചിലും ബഹളമൊക്കെ. ഞാൻ അവളെ വിളിച്ച് പറഞ്ഞല്ലോ. ആരാ വിളിച്ചു പറഞ്ഞു? തങ്കത്തിനെ. എനിക്ക് പിന്നെ അവളെ അടുത്ത് പരാതി പറയില്ലായിരുന്നല്ലോ. കുറേ നോട്ടീസ് ഒട്ടിക്കണ്ടായിരുന്നു, സമ്മേളനം വരെയല്ലേ അതിന്റെ. രാത്രിയില്ല പോസ്റ്റ് ഒട്ടിക്കാൻ പോയിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, അൻസാർ നടരാനൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ട്, ഞാനും കൂടെ ഇല്ലെങ്കിൽ അവരെ ഉഴപ്പും. അതുകൊണ്ടേ ഞാൻ കണ്ടിപ്പോ അവരെ, ഞാൻ കണ്ടായിരുന്നു ഇപ്പൊ അവരെ. എന്നിട്ട് ഇന്നലെ സമ്മേളനവും ഇല്ല, പോസ്റ്റ് ഒട്ടിപ്പോ ഒന്നുമില്ല. നീ ഇതാരുടെ അത്രയും നമ്പർ ഇറക്കുന്നത്? നീ വീട്ടിൽ വരാത്ത കാര്യം എന്താ? നീ വീട്ടിൽ വരാത്ത കാര്യം എന്താന്ന്? അതെ അളിയ, ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ആ ഫാസിലിനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ജമന്തി തലത്തിൽ എണ്ണയില്ലേ, HMC, അതവിടെ ഭയങ്കര ആവശ്യക്കാരൊക്കെ വന്ന് നിൽക്കുന്നു, ഇരിക്കാൻ സമ്മതിക്കുന്നില്ല അവിടെ. ആ എണ്ണ തന്നെയാണ് അളിയ എൻ്റെ പ്രശ്നം. എണ്ണ? എന്താ പറ്റി? ഇവർക്ക് എല്ലാവർക്കും എണ്ണ വേണമെന്ന് പറയല്ലേ. ആ എണ്ണ ഇനി കിട്ടൂല. എന്താ കാര്യം? ആ എണ്ണയുടെ ചേരുവകൾ ഉണ്ടാക്കിയ 2 ആൾക്കാർ മരിച്ചുപോയി. അയ്യോ, ജീവിച്ചിരിപ്പില്ല. അതൊരു എത്ര വലിയ പ്രശ്നമാണ്. അതെ, ആ എണ്ണ നാറൂലിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയൊന്നുമല്ല, അത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു പുതിയൊരു എണ്ണയാണ്. നീ ഉണ്ടാക്കിയ? ഞാനേ, എനിക്ക് ചെറിയ തലവേദനയെന്നും പറഞ്ഞിട്ട് മുടി ഒഴിച്ചിലുണ്ടെന്നും പറഞ്ഞ അൻസാറിനോടും നടരാജനോടും ഇങ്ങനെ കാര്യം പറഞ്ഞു. അവിടേക്കും അൻസാർ ഒരു എണ്ണ കൊണ്ടുവന്നു, നടരാജനൊരു എണ്ണ കൊണ്ടുവന്നു. അപ്പോൾ അൻസാർ കൊണ്ടുവന്ന എണ്ണ ഉണ്ടാക്കിയത് അൻസാറിൻ്റെ ഉമ്മയുടെ ഉമ്മയാണ്. അവർ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. എന്നിട്ട് നടരാജൻ കൊണ്ടുവന്ന എണ്ണ നടരാജൻ്റെ ഭാര്യ മുത്തുലക്ഷ്മിയുടെ അപ്പൂപ്പ ഉണ്ടാക്കിയത്, അയാൾ മരിച്ചുപോയി. പിന്നെ ആ എണ്ണയുടെ കൂടെ ചേർത്തത് ഞാൻ പള്ളിയിൽ പോയപ്പം കിട്ടിയ ഒരു കുപ്പി എണ്ണ ഉണ്ടായിരുന്നു. ആ എണ്ണയും പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും, അത് 2 ഇപ്പോൾ ബാക്കിയുള്ളൂ. ആണ് HMC. അപ്പം ഇനി ആ എണ്ണ ഇനി കിട്ടൂലളിയാ. അത് കിട്ടില്ല ഉറപ്പായി. HMC എന്ന് വെച്ചാൽ അത് പിന്നെ നടരാജൻ ഹിന്ദു, അൻസാർ മുസ്ലിം, ക്ലീറ്റോ ക്രിസ്ത്യൻ, അങ്ങനെ HMC. എന്നാലും അളിയ എൻ്റെ 2000 രൂപ പറ്റിച്ചെല്ലാതെ. അളി അങ്ങനെ പറയരുതേ. അതുകൊണ്ട് ജമന്തിക്ക് ദോഷമൊന്നും ഉണ്ടായില്ലല്ലോ, ഗുണം ഉണ്ടായില്ലേ? അത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടും അവള് എന്താ പറയുക, അവളൊരു കള്ളം ചെയ്യാത്തുണ്ടല്ലോടാ. ഇല്ല അവളെ തല മൊത്തം മുട്ടായി പോകില്ലായിരുന്നാ. എനിക്കത് ദോഷമായി. നിനക്ക് ദോഷം? ഇനിയിപ്പോൾ ഈ എണ്ണ എടുക്കാതെ ഞാനിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല അളിയാ. വെളി ഇറങ്ങി കഴിഞ്ഞാൽ ആ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ അവർ എന്നെ ശല്യം ചെയ്യണം. അപ്പുറത്തോട്ട് തിരിയുമ്പോൾ നീ ചോദിക്കണേ എണ്ണ എവിടെയെന്ന്. പിന്നെ ആ ഫാസിൽ വഴിയിലിട്ട് എന്നെ ഒരു രീതിയിലും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാതെ വീട്ടിൽ കയറാക്കില്ല. തങ്കമാണെങ്കിൽ അവള് എണ്ണയെന്നും പറഞ്ഞു. അല്ല അതിനിപ്പോൾ അഡ്വാൻസ് ആയിട്ട് ചിലവാക്കി കഴിഞ്ഞാൽ അത് ഇല്ലല്ലോ. സത്യമായിട്ട് കുഴപ്പം ഇല്ലെന്ന് പറയണം, എണ്ണ തീർന്നു പറയണം. പക്ഷെ എന്നാലും എനിക്ക് തങ്കത്തിനെ പേടി. അവൾക്ക് അവളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഒരുപാട് എന്നെ പറ്റി പോലത്തി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ തക്കിളി മോളെ കണ്ടിട്ട് ദിവസം എത്രയെന്ന് അറിയാമോ? സാരല്ല, എന്തായാലും നീ വാ, ഞാൻ പറഞ്ഞോളൂ അടുത്ത്. ഞാൻ അളിയെ ഏറ്റല്ലോ. ഞാൻ ഏറ്റ്. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനം ഉണ്ടല്ലേ, നിന്നെ ഓർക്കുമ്പോഴേ. എണ്ണയുടെ പേരിലെങ്കിൽ നീ ഒരു മതമൈത്രി ഉണ്ടാക്കിയല്ലോ. നമ്മുടെ നാട്ടിൽ അത് ഇനി ഉടനെ ഉണ്ടാവും തോന്നുന്നില്ല. അല്ലെങ്കിൽ ഉണ്ടാവണമെങ്കിൽ വല്ല പ്രളയം ഉണ്ടാവണം. Alien versus Alien.